ഹലോ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ബാച്ചിലേഴ്സ് പറയേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് മിക്സർ ഗ്രൈൻഡറിൻ്റെ ഒരു ആവശ്യം വരില്ല. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. വെറും 30 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ടേസ്റ്റി ആയ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ ഇത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ആദ്യം നമുക്ക് 1/2 കിലോ ചിക്കൻ എടുക്കുക. ചിക്കൻ എടുത്തതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണ് മുളക് പൊടി എടുക്കുക, ഇത്തിരി ഉപ്പ് എടുക്കുക, പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുക. അല്ലെങ്കിൽ തണുവുള്ള സ്ഥലം ഉണ്ടെങ്കിൽ തണുവുള്ള സ്ഥലത്ത് വെക്കുക. ഇപ്പം നമുക്ക് റെഡ് ചില്ലി പൗഡർ ഇട്ടു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. നമുക്ക് കുറച്ചങ്ങോട്ട് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 17 to 20 മിനിറ്റ് വരെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ തണുത്ത സ്ഥലത്ത് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് സവാള നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത് വെക്കണം. അതേമാതിരി നമുക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്യണം. പിന്നെ 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത് വെക്കണം. ഞാൻ വീഡിയോയുടെ മുമ്പ് തന്നെ പറഞ്ഞില്ലേ, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മസാല ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുക. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് കടലമാവ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് സൈഡിലേക്ക് വെക്കുക. അടുത്ത് നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്കായും കറാമ്പൂവും പട്ടയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ സവോള നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊരു ബ്രൗണിഷ് കളർ ആവണമായിരിക്കും. നമുക്ക് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുറച്ച് വേഗം ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ബ്രൗണിഷ് കളർ ആവണം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സവോള നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അത് പറയാൻ വേണ്ടി മറന്നു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സവാളയും തക്കാളിയും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ 90% ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ ഒന്നും കൂടി നമ്മൾക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ സവാളയും തക്കാളിയും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്താ ചെയ്യേണ്ടതെന്ന്.
അപ്പോൾ ചിക്കൻ നന്നായിട്ട് വഴറ്റിയെടുത്തു. നന്നായിട്ടൊരു വൈറ്റ് കളർ മാതിരി കാണുന്നില്ലേ? ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൊടികളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്യാം. അപ്പോൾ 30 സെക്കൻഡ് വരെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുക്കർ അടിച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുത്തണം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് വിസിലെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക, ഗരം മസാല പൗഡർ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക, ഒരു 2 സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ആദ്യം നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല. നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, പക്ഷേ അപ്പോൾ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ല. ഈ കുക്കർ നമ്മളൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം ഒരു 30-45 മിനിറ്റ്സ് ശേഷം നമുക്കിത് മസാല ഒക്കെ പിടിച്ച് നല്ല മണമൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റായി ഉണ്ടാവുക ഈ ചിക്കൻ കറി. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.